പ്രിയകുട്ടികളെ, നമ്മളിനി 24ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് പഠിക്കുന്നത്. ഫോം ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദി വൈ ആക്സിസ് അറ്റ് ദി ഒറിജിൻ. ഫോം ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ടച്ചിങ് വൈ ആക്സിസ് അറ്റ് ദി ഒറിജിൻ. ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ടച്ചിങ് വൈ ആക്സിസ് അറ്റ് ഒറിജിൻ നമ്മൾ പടം വരയ്ക്കണം. വൈ അക്ഷത്തിൽ ഒറിജിനിൽ വെച്ച് ടച്ച് ചെയ്യുന്ന സർക്കിൾസിനെ നമ്മൾ പടം വരയ്ക്കണം. ഒരു സർക്കിൾ വരച്ചാൽ മതി. വൈ ആക്സിസിൽ ഒറിജിനിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ വലത് സൈഡിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ A0 എന്നങ്ങ് എടുക്കുക. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? A ആയിരിക്കും. സെൻറ്റർ A0 എക്സ് അക്ഷത്തിലെ പോയിൻ്റ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0, റേഡിയസ് അപ്പോൾ A ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ A0 ആൻഡ് റേഡിയസ് A ഈസ് എക്സ് മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ എന്ന ഫോർമുല അനുസരിച്ച് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ. ഇവിടെയാണ് സെൻറ്റർ എച്ച് കെ, അതിവിടെ A0 ആയിട്ടും റേഡിയസ് ആർ എ ആയിട്ടും എടുക്കുന്നു. അപ്പോൾ ഈ ഫോർമുല പ്രകാരം ഇവിടെ വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഇവിടെ നിന്ന് കിട്ടി, പ്ലസ് വൈ സ്ക്വയർ ഇവിടെ നിന്ന് കിട്ടി, മൈനസ് 2ax ഇവിടെ നിന്ന് കിട്ടി, പ്ലസ് എ സ്ക്വയറും ഇവിടെ നിന്ന് കിട്ടി, ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. രണ്ട് സൈഡിൽ എ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ax 0, ഇക്വേഷൻ 1. നമ്മുടെ ചോദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. ഇപ്പോൾ എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് ഇതിലുള്ളതെന്ന് നോക്കുക. ഒരെണ്ണേ ഉള്ളൂ, എ മാത്രം. അതുകൊണ്ട് ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. എസ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y dydx മൈനസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y മാത്രം പോരാ, dydx ഓടെ വേണം, മൈനസ് 2a കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1 ഈസ് ഇക്വൽ ടു 0. എല്ലാ ടൈമിലെ 2 ഹരിച്ച് കളഞ്ഞു. അപ്പോൾ എക്സ് പ്ലസ് വൈ dydx മൈനസ് എ ഈസ് ഇക്വൽ ടു 0. അപ്പോൾ ഇതിന് നമുക്ക് എയുടെ വില എടുക്കാൻ പറ്റും. എയുടെ വില എന്താണ്? എക്സ് പ്ലസ് വൈ dydx. ആ കിട്ടുന്ന എയുടെ വില, ഇവിടെ നമ്മൾ എയുടെ വില എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എ എലിമിനേറ്റ് ചെയ്യുവാണ്. എ ഇല്ലാതെ നമ്മുടെ ഈ എഴുതി വെച്ച ഇക്വേഷനകത്തെ ആർബിട്രറി കോൺസ്റ്റൻ്റ് എണ്ണം എത്രയാണോ അത്രയും പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആ ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഇല്ലാതാക്കണം, എലിമിനേറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ഇക്വേഷൻ 1ഉം ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ആ 2ഉം കൂടി ഉപയോഗിച്ചാണ് എയെ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 2 ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എ എഴുതാൻ പറ്റി. എയുടെ വില കിട്ടി. ആ എയുടെ വില ഇക്വേഷൻ 1ൽ കൊടുത്ത് മാറ്റി എഴുതുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയ എക്സ് പ്ലസ് വൈ dydx ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എക്സും വൈയും dydxും മാത്രമുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിനകത്ത് എ ഇല്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ വരും, പിന്നെ മൈനസ് 2xy dydx സമം 0 എന്ന് കിട്ടും. ഒരു ഇച്ചിരൂടെ വേണമെങ്കിൽ ഇവിടെ വെച്ച് കണക്ക് നിർത്തിയാലും ഫുൾ മാർക്കുണ്ട്. വൈ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, ഇത് രണ്ടുകൂടെ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ മൈനസ് 2xy dydx ഈക്വൽ ടു 0 വരെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരാൻ പാടില്ല. അപ്പോൾ എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടോ, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, എ മാത്രം, അത്രയും പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആ ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ 1ൽ തന്നെ കൊടുത്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച കണക്ക് ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ടച്ചിങ് വൈ ആക്സിസ് അറ്റ് ഒറിജിൻ. ഒറിജിനിൽ വൈ അക്ഷത്തെ ടച്ച് ചെയ്യുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ടച്ചിങ് എക്സ് ആക്സിസ് അറ്റ് ഒറിജിൻ. എക്സ് അക്ഷത്തെ ഒറിജിനിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ സർക്കിൾ ഇരിക്കണുണ്ടോ? എക്സ് അക്ഷത്തെ ഒറിജിനിൽ ടച്ച് ചെയ്യുന്നു മുകളിൽ. മറ്റേത് വലത് സൈഡിലാണ് വരച്ചത്, ഇത് മുകളിലും വരയ്ക്കുക. അതിനെന്ന് വെച്ചാൽ വലത് സൈഡിൽ വരയ്ക്കുമ്പോഴല്ലേ A0 പോസിറ്റീവ് എ എടുക്കാൻ പറ്റുള്ളൂ, മുകളിൽ വരച്ചാലല്ലേ 0a പോസിറ്റീവ് എ എടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ.
ഇത് y അക്ഷത്തിലെ സെൻറ്റർ ആയിപ്പോയി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 റേഡിയസ് എ ആണല്ലോ. 0 സെൻറ്റർ വന്നാൽ പിന്നെ റേഡിയസ് എ ആണല്ലോ. ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് എ ഈസ്, നമ്മൾ ഈ കണക്കിന് വേണ്ടിയിട്ട് ഈ ഫോർമുല എഴുതിയില്ലേ, എസ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ. അത് വെച്ച് ഇവിടെ വരുന്നത് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് എ ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇനി എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ay പ്ലസ് എ സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ay, എ സ്ക്വയർ ക്യാൻസലായിപ്പോയി 0. ഇക്വേഷൻ 1. ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് എ, അതുകൊണ്ട് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2x വരുന്നു, പ്ലസ് ഇവിടെ വരുന്നത് 2y ഡിവൈഡ് ബൈ dx മൈനസ് 2a ഇൻറ്റു വൈയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിവൈഡ് ബൈ dx ഈക്വൽ ടു 0. എല്ലാ ടൈമിലും ടു ക്യാൻസൽ ആവുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ dx ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ dx. ഇതെന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ എ കാണാൻ എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ട്. ഇംപ്ലൈസ് എ അപ്പം എന്താണ്, എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ dx ബൈ ഡിവൈഡ് ബൈ dx. അപ്പോൾ നമ്മൾ എ എലിമിനേറ്റ് ചെയ്തു. ഈ കിട്ടിയ എയുടെ വില ഇക്വേഷൻ 1 കൊടുത്തൊന്ന് എഴുതി വെച്ചാൽ മതി. എലിമിനേറ്റ് എ, അല്ലെങ്കിൽ പുട്ട് ദ വാല്യൂസ് ഓഫ് എ, പുട്ട് ദ വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 1. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y അങ്ങ് എഴുതി വെച്ചു. എന്നിട്ട് എ അങ്ങ് എഴുതി ഇൻറ്റു എ എന്താണ്, എസ് പ്ലസ് വൈ ഡിവൈഡ് ബൈ dx വൈ ഡിവൈഡ് ബൈ dx ഈക്വൽ ടു 0. ചെറിയ രീതിയിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഡിവൈഡ് ബൈ dx LC എടുത്തു. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡിവൈഡ് ബൈ dx വരും, മൈനസ് ഈ കൂട്ടത്തിൽ ഡിവൈഡ് ബൈ dx ഇൻറ്റു ആയിട്ട് വരില്ല, കാരണം അതിൻ്റെ ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ dx ആണ്. അപ്പോൾ മൈനസ് 2xy മൈനസ് 2y സ്ക്വയർ ഡിവൈഡ് ബൈ dx ഈസ് ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആയിട്ട് പൊക്കോളും. അപ്പോൾ എസ് സ്ക്വയർ ഡിവൈഡ് ബൈ dx പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ dx, പക്ഷേ ഇവിടെ അത് മൈനസ് 2y സ്ക്വയർ ഡിവൈഡ് ബൈ dxും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വൈ സ്ക്വയർ ഡിവൈഡ് ബൈ dxും മൈനസ് 2y സ്ക്വയർ ഡിവൈഡ് ബൈ dxും കൂടെ ചെയ്യുമ്പോൾ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ dx ഒരെണ്ണമായിട്ട് മാറും. മൈനസ് 2xy ഈക്വൽ ടു 0 എന്ന് നമ്മുടെ ഫൈനൽ ആൻസറും കിട്ടും. അപ്പോൾ രണ്ട് കണക്കും ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആദ്യത്തേതിൽ ഫാമിലി ഓഫ് ഓൾ സർക്കിൾസ് ടച്ചിങ് വൈ ആക്സിസ് അറ്റ് ഒറിജിൻ ആണ്. അപ്പോൾ സെൻറ്റർ A0 റേഡിയസ് എ ഉള്ള സർക്കിളാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തേൽ ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് എക്സ് ആക്സിസ് അറ്റ് ഒറിജിൻ ആണ്. അപ്പോൾ സെൻറ്റർ 0a റേഡിയസ് എ എടുക്കാൻ പറ്റുള്ളൂ. സെൻറ്റർ 0a ആയിട്ട് വരും. ഇത് വൈ ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് റേഡിയസ് എ. അങ്ങനത്തെ സർക്കിൾ എടുത്തിട്ട് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇട്ട് വെച്ച് അവിടെ ആയതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് അതുകൊണ്ട് ഒന്നിൽ കൂടുതലുണ്ട്, അങ്ങനെയല്ല. ഇത് ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് വരെ കൊണ്ടുപോകാൻ. എന്നിട്ട് എ ഇപ്പം 3 സ്ഥലത്ത് വന്നാലും എ ഒറ്റ ഒരെണ്ണമായിട്ടേ പരിഗണിക്കുള്ളൂ. ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു, എയുടെ വില എലിമിനേറ്റ് ചെയ്തു. ഇക്വേഷൻ 1 തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരാൻ പാടില്ല. പകരം എക്സും വൈയും ഡിവൈഡ് ബൈ dx രൂപങ്ങളും മാത്രമേ വരാൻ പാടുള്ളൂ. ഡിവൈഡ് ബൈ dx രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡറോ തേർഡ് ഓർഡറോ ഒക്കെ ആകാം. അടുത്ത കണക്കെന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ കാണാനാണ്. 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു dx ബൈ dy പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. എന്നിട്ട് വായിക്കുക, ജനറൽ സൊല്യൂഷൻ കാണുകയെന്ന് വെച്ചാൽ സോൾവ് ചെയ്യുക തന്നെയാണ്. 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു dx ബൈ dy പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഇത് dy ബൈ dx അല്ല, dx ബൈ dy ആണ്. ഇത് ലീനിയർ സെക്കൻഡ് ടൈപ്പാണ്. ലീനിയർ സെക്കൻഡ് ടൈപ്പ് ഓർമ്മയുണ്ടോ? dx ബൈ dy പ്ലസ് പി എക്സ് ഈസ് ഈക്വൽ ടു ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് വൈ ഓർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ 1 പ്ലസ് വൈ സ്ക്വയർ കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dx ബൈ dy പ്ലസ് 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സമം ഇ റൈസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. എല്ലാ ടേമിനെയും 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡിവൈഡ് ചെയ്തു. ഇനി ഈ ഫോമിൽ ആയില്ലേ? dx ബൈ dy പ്ലസ് പി, ഇത് മുഴുവൻ പി എക്സ് സമം ഇത് മുഴുവൻ ക്യൂ. പിയും ക്യൂവും ഫങ്ഷൻസ് ഓഫ് വൈ ഓർ കോൺസ്റ്റൻറ്റ്. ഒന്നുകിൽ ഫങ്ഷൻ ഓഫ് വൈ ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പി എന്താണ്? 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ക്യൂ എന്താണ്? എ റൈസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ലീനിയർ സെക്കൻഡ് ടൈപ്പിൻ്റെ IF ഓർമ്മയുണ്ടോ? ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ ആണ്.
നമ്മൾ ഓർക്കണില്ലേ, ലീനിയർ ഫസ്റ്റ് ടൈപ്പ് ഒത്തിരി കണക്ക് ചെയ്താണ്. അതിൻ്റെ ഐ എഫ് ഇറേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഐ എഫ് ഇറേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ ആണ്. ഇറേസ് ടു ഇൻ്റഗ്രൽ 1/1 + y² dy. എന്താണ് ഇൻ്റഗ്രൽ 1/1 + y² dy? ടാൻ ഇൻവേഴ്സ് y. ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡിഫറൻഷ്യലാണ് 1/1 + y². അപ്പോൾ 1/1 + y² ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് y ഇറേസ് ടു ടാൻ ഇൻവേഴ്സ് y. ഇനി ലീനിയർ സെക്കൻഡ് ടൈപ്പ് ആണ് ഓർമ്മയാണ്. സൊല്യൂഷൻ കൃത്യമായിട്ട് എഴുതണം. ലീനിയർ ഫസ്റ്റ് ടൈപ്പിന് y × IF = എന്നായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈപ്പിൽ x × IF = ഫസ്റ്റ് ടൈപ്പിൽ ഇൻ്റഗ്രൽ q × IF dx + c എന്നായിരുന്നു. ഇവിടെ വരുമ്പോൾ q × IF dy + c എന്ന് വരും. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? x × IF = ഇൻ്റഗ്രൽ q × IF dy + c. x × e⁻tan inverse y = integral e⁻tan inverse y 1 + y² e⁻tan inverse y dy + c. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ റേസ് ടു തമ്മിൽ കൂട്ടുമല്ലേ. e⁻tan inverse y + tan inverse y ചെയ്യുമ്പോൾ e⁻0 ആയിട്ട് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ e⁻0യുടെ വില 1 ആണ്. e⁻0യുടെ വില 1. റേസ് ടു തമ്മിൽ കൂട്ടുന്നു. e⁻tan inverse y + tan inverse y. ഒറ്റ തവണ എഴുതിയിട്ട് -tan inverse y യും tan inverse y യും കൂട്ടുന്നു. അപ്പോൾ e⁻0 വരുന്നു. e⁻0യുടെ വില 1. അപ്പോൾ 1/1 + y² dy എന്നായിട്ട് ഈ ഇൻ്റഗ്രേഷൻ മാറുന്നു. x × e⁻tan inverse y = ഇൻ്റഗ്രൽ 1/1 + y² dy + c. എന്താണ് ഇൻ്റഗ്രൽ 1/1 + y² dy? tan inverse y ആണ്. ഫൈനൽ ആൻസർ x × e⁻tan inverse y = tan inverse y + c. ഈ കണക്കിനകത്ത് ലീനിയർ സെക്കൻഡ് ടൈപ്പ് കണക്കാണ് പഠിച്ചത്. ലീനിയർ സെക്കൻഡ് ടൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? dx/dy + px = q. p and q are functions of higher constant. p ഡിവൈഡിങ് ബൈ 1 + y² നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ p 1/1 + y² q e⁻tan inverse y 1 + y² ആണ്. ഇവിടെ എങ്ങാനും മൈനസ് ആണെങ്കിൽ അത് പിക്കകത്തേക്ക് ആ മൈനസ് എടുക്കണം. IF e⁻ p dy എന്നാണ് ലീനിയർ സെക്കൻഡ് ടൈപ്പിൽ. p⁻1/1 + y² dy e⁻tan inverse y. സൊല്യൂഷൻ x × IF = ഇൻ്റഗ്രൽ q × IF dy + c എന്നാണ്. x × e⁻tan inverse y = ഇൻ്റഗ്രൽ e⁻tan inverse y 1 + y² e⁻tan inverse y dy + c. ഇത് e⁻0 1 ആകുന്നു. ഇൻ്റഗ്രൽ 1/1 + y² dy + c tan inverse y + c. x × e⁻tan inverse y = tan inverse y + c എന്ന ഫൈനൽ ആൻസർ വരുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ നല്ല എളുപ്പമാണ്. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ദ കർവ് y = mx. ഇത് വെറും സിമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി തന്നെ. നേരത്തെ നമ്മൾ 2 സർക്കിളിൻ്റെ കണക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തില്ലേ, അതുപോലെ തന്നെ y = mx എന്ന് അവരിങ്ങ് തന്നേക്കുവാണ്. ഇക്വേഷൻ 1 ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് m ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dx m × എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1. ഇക്വേഷൻ 2 നമ്മൾ എമ്മിനെ എലിമിനേറ്റ് ചെയ്യും 1 ഉം 2 ഉപയോഗിച്ച്. എലിമിനേറ്റ് m ബിറ്റ്വീൻ ഇക്വേഷൻ 1 and 2. മറ്റേ സർക്കിളിൻ്റെ ആ 2 കണക്കിലും ഈ സെൻറ്റൻസ് എഴുതാം, എഴുതാതിരിക്കാം. എലിമിനേറ്റ് ഇത് ഇക്വേഷൻ 2 കൊടുക്കുകയാണെങ്കിൽ ആ കണക്കുകളിലും കൊടുക്കുകയാണെങ്കിൽ എലിമിനേറ്റ് m ബിറ്റ്വീൻ 1 and 2 എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എയുടെ വില അവിടെ എടുക്കുക ചെയ്ത് എയുടെ വില എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 1 പുട്ട് ദ വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 1 അങ്ങ് ചെയ്താൽ മതി. എലിമിനേറ്റ് ചെയ്യുകയാണ് ആ കണക്കിലും ഈ കണക്കിലും ഒക്കെ ചെയ്യുന്നത്. എലിമിനേറ്റ് m ബിറ്റ്വീൻ ഇക്വേഷൻ 1 and 2. 1 ഉം 2 ഉപയോഗിച്ച് എമ്മിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എമ്മിൻ്റെ വില dy/ds ആണെന്ന് കിട്ടി. ആ കിട്ടിയ വില ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയും കൂടെ ചെയ്യണം. നേരം y = എമ്മിൻ്റെ വില dy/dx × x. കണ്ടോ, y = dy/dx × x. എലിമിനേറ്റ് ചെയ്യുക എമ്മിനെ ബിറ്റ്വീൻ 1 and 2 എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വിലയെടുത്ത് 1ൽ കൊടുക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ y - x dy/dx = 0 എന്ന ആൻസർ കിട്ടുന്നു. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിനകത്ത് dy/dx രൂപമുണ്ട്, ഇതിനകത്ത് m ഇല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 28, 29, 30 3 കണക്കോടെ ഉള്ളൂ. അത് എന്ത് കണക്കാണെന്ന് വെച്ചാൽ ഹോമോജീനിയസ് ആണ്. നമ്മൾ ഹോമോജീനിയസിൻ്റെ ഒരൊറ്റ കണക്ക് പോലും കണ്ടിട്ടില്ലായിരുന്നു.
രണ്ട് കണക്കോടെ ഉള്ളൂ, 28, 29. നിങ്ങളത് പഠിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നമ്മൾ പഠിച്ച 24, 25, 26, 27 അതിൽ ഒരെണ്ണം മാത്രം ലീനിയർ സെക്കൻഡ് ടൈപ്പ്. ബാക്കി 3 കണക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് എളുപ്പമാണ്. ലീനിയർ സെക്കൻഡ് ടൈപ്പ് ഫോർമുല അറിയാവുന്നവർക്ക് ഒരു സിമ്പിളാണ്. IF e⁻p⁴ ആണെന്നും സൊല്യൂഷൻ x × IF = q × IF dy + c എന്നാണെന്നും അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് നോക്കിയേക്കാം. സോൾവ് 2xy dy/dx - s² + y² = 0. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ട് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേരിയബിൾസ് പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ലീനിയർ ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ലീനിയർ സെക്കൻഡ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഹോമോജീനിയസ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അത് നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് ഏതാണ്. അപ്പോൾ ഇതിനകത്ത് x² y² പ്ലസ് ഇട്ട് വെച്ചിരിക്കുന്നത് ജന്മത്ത് 2 ആക്കി എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ s² കൂടെ dxഉം y² കൂടെ dy ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഹോമോജീനിയസ് ആണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. ഹോമോജീനിയസ് dy/dx സമമെന്നും പറഞ്ഞ് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ 2xy dy/dx - s² + y² = 0 തന്നിരിക്കുന്നത് എടുത്തെഴുതി. ഇംപ്ലൈസ് ഇതിൽ നിന്ന് dy/dx എഴുതാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ LHSലിട്ടു, ഇത് RHSലേക്കും കൊണ്ടുപോയി. അപ്പോൾ 2xy dy/dx s² + y². ഇതിന് ശേഷം dy/dx ഇതിന് എഴുതുന്നു s² + y² 2xy. ഇങ്ങനെ x² y² വിഭജിക്കാൻ പറ്റാതെ കിടക്കുന്നതാണ് ഹോമോജീനിയസ്. ഹോമോജീനിയസ് ആണെന്ന് പറഞ്ഞാൽ y vxഉം dy/dx v + x dv/dxഉം എടുത്ത് ഇതിൽ അങ്ങ് കൊടുത്താൽ മതി. അത് വേരിയബിൾ സെപ്പറബിൾ ആയിക്കോളും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേരിയബിൾ സെപ്പറബിൾ ആയാൽ പിന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ചെയ്താൽ മാത്രം മതി. ഹോമോജീനിയസ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ y vx, y കാണുന്നിടത്ത് രണ്ടിടത്തും vx കൊടുക്കുക. dy/dxൻ്റെ സ്ഥാനത്ത് v + x dv/dxഉം കൊടുക്കുക. അപ്പോൾ ഈ dy/dxൻ്റെ സ്ഥാനത്ത് v + x dv/dx കൊടുത്തു. s² തന്നെയായിട്ട് എഴുതി. y² v² x² ആയിട്ട് മാറി. 2x × y vx ആയിട്ട് മാറി. അപ്പോൾ x² പുറത്തെടുക്കാനുണ്ട്. 1 + v² ബ്രാക്കറ്റ് വരും. ഇവിടെ s² പുറത്തെടുത്താൽ 2v വരും. s² വെട്ടിപ്പോകും. 1 + v² 2v വരും. എന്താണത്? v + x dv/dx ആണ്. ഈ v അപ്പുറം കൊണ്ടുപോകുക. x dv/dx എന്താണ്? എല്ലാ ഹോമോജീനിയസും വേരിയബിൾ സെപ്പറബിൾ ആകാനുള്ളതാണ്. അപ്പോൾ dvയുടെ കൂടെ vയുടെ കാര്യങ്ങളും dxൻ്റെ കൂടെ xൻ്റെ കാര്യങ്ങളും ആക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം v ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ x dv/dx മാത്രം വരും. 1 + v² 2v - v 2v LC എടുത്തു. അപ്പോൾ മുകളിൽ എന്ത് വരും? 1 + v² - 2v², അതായത് 1 - v² 2v. അത് x dv/dx ആണ്. ഇനി x dv തന്നെ ഇവിടെ ഇട്ടു. dx ഈ സൈഡിലേക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ കൊണ്ടുപോയി. x dv തന്നെ ഇവിടെ ഇട്ടിട്ട് dx ഈ സൈഡിലേക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ കൊണ്ടുപോയി. 1 - v² 2v dx. ഇനി dvയുടെ അടുത്തേക്കാണ് 1 - v² 2v കൊണ്ടുവരേണ്ടത്. ഈ കിടക്കുന്ന ഈ ഫ്രാക്ഷനെ dvയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇത് നേരെ തിരിഞ്ഞു വരും. 2v മുകളിലും വരും, 1 - v² താഴെയും വരും. 2v dv/1 - v² എന്ന് വരും. dv ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാത്ത എന്നാന്ന് വെച്ചാൽ dv ഇവിടെ ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. എപ്പോഴും ന്യൂമറേറ്ററിലാണ് dxഉം dvയും കിടക്കേണ്ടത്. അപ്പോൾ dv ഈ LHS തന്നെയാണ് വരാൻ പാടുള്ളൂ. dvയുടെ അടുത്തേക്ക് 1 - v² 2v കൊണ്ടുവരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം 2v മുകളിൽ കയറും, 1 - v² താഴെ വരും എന്നുള്ളത്. dv x ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ x ആയിട്ടല്ല വന്നെ 1/x ആയിട്ടാണ് വരുന്നത്. dx ഈ x ഇങ്ങോട്ടല്ല വന്നെ 1/s ds. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി vയുടെ കാര്യങ്ങളും dv ഒരു സൈഡും xൻ്റെ കാര്യങ്ങളും dxും മറു സൈഡും വേരിയബിൾ സെപ്പറബിൾ ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രൽ 2v/1 - v² dy ഇൻ്റഗ്രൽ 1/s ds. നിങ്ങൾക്കറിയാം താഴെ കിടക്കുന്ന 1 - v² ഡിഫറൻഷ്യൽ കൃത്യം മോളിൽ വന്നാൽ എളുപ്പമുണ്ടല്ലോ. അതിൻ്റെ ഡിഫറൻഷ്യൽ -2v ആണ്. അപ്പോൾ ഒരു മൈനസ് പുറത്തിട്ടാൽ ഇത് വിലയ്ക്ക് വ്യത്യാസമില്ലാതെ ഈ ക്വസ്റ്റിനെ അറേഞ്ച് ചെയ്യാം. dv = 1/s ds. അപ്പോൾ മൈനസ് ഇട്ട് വെച്ച് ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ താഴത്തിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മോളിൽ വരുന്നുണ്ട്. ലോഗ് മോഡ് 1 - v².
ഇത് ലോഗ് മോഡ് എക്സ്. ഇത് രണ്ടും ലോഗായതുകൊണ്ട് സീന്ന് എഴുതാതെ ലോഗ് സീന്ന് എഴുതുക കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ. ഇനി ആ ലോഗ് സി ഇത് ഇപ്പുറത്തേക്കുണ്ട്, ഇത് ഇപ്പുറത്തേക്കുണ്ട്. ലോഗ് മോഡ് എക്സിൻ്റെ അടുത്തേക്ക് പ്ലസ് ലോഗ് 1 - v സ്ക്വയർ. അപ്പോൾ ലോഗ് സി ഇങ്ങോട്ട് കൊണ്ടുവന്നു മൈനസ് ലോഗ് സി. ലോഗ് സിക്ക് ഒരു മൈനസ് വന്നാലും ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ലോഗ് സി തന്നെ എഴുതിയാൽ മതി. കോൺസ്റ്റൻ്റ് ആയിട്ട് ഏത് കോൺസ്റ്റൻറ്റും ആകാം, അതുകൊണ്ട് ഈ മൈനസ് ബാധകമല്ല. ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി. അപ്പോൾ എക്സ് ഇൻറ്റു 1 - v സ്ക്വയർ. രണ്ട് സൈഡിലെ ലോഗ് കളഞ്ഞു. അപ്പോൾ എക്സ് ഇൻറ്റു 1 - v സ്ക്വയർ സി ആണ് മനസ്സിലായി. ഇനി ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. വി വൈ ബൈ എക്സ് ആണ്, കാരണം വൈ ആയിരുന്നു വി എക്സ്. അപ്പോൾ അതിൽ നിന്ന് വി എന്താണ് വൈ ബൈ എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു 1 - v സ്ക്വയർ എന്താണ് വൈ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു സി. ഒരു ചെറിയ എൽ സി കൂടെ എടുത്താൽ മതി. എസ് സ്ക്വയർ എൽ സി എടുത്തു. അപ്പോൾ ബ്രാക്കറ്റ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, പിന്നെ ഒരു എക്സ് ഇവിടെ ഉണ്ട് ഈക്വൽ ടു സി. ഇതിനോട് വെട്ടിപ്പോയി. എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് ഈസ് ഇക്വൽ ടു സി. എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു സി എക്സ്. ഇങ്ങനെ നമ്മുടെ ആൻസർ തീർന്നു. അപ്പോൾ ഹോമോജീനിയസ് ഒത്തിരി പാടാൻ നിങ്ങൾ വിചാരിക്കേണ്ട. എക്സും വൈയും പ്ലസ് ഇട്ട് വന്നാൽ അത് വിഭജിക്കത്തില്ല. അപ്പോൾ അത് ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് dx സമം എഴുതണം. അതിന് വേണ്ടി ഇടയ്ക്കത്തെ മൈനസ് വെച്ച് അപ്പുറം കൊണ്ടുപോയ ശേഷം dx നമുക്ക് എഴുതാൻ പറ്റും. ഹോമോജീനിയസ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ പുട്ട് വൈ വി എക്സും dydx വി പ്ലസ് എക്സ് dvdxും കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുറേയൊക്കെ വെട്ടിപ്പോയിട്ട് നമ്മൾ അതിനെ ക്രിയൊക്കെ ചെയ്ത് വേരിയബിൾ സെപ്പറബിളിലെത്തിക്കും. എല്ലാ ഹോമോജീനിയസും വേരിയബിൾ സെപ്പറബിളിലെത്തും. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രേഷനും കൂടി നമ്മൾ പഠിച്ച രീതികളെല്ലാം വെച്ച് ചെയ്യുക. അങ്ങനെ ലോഗ് സിക്ക് മൈനസ് വന്നാൽ ലോഗ് സി തന്നെ എടുത്തുകൊണ്ട് ചെയ്താൽ മതി. ലാസ്റ്റ് വി എന്ന് മാറ്റി വൈ ബൈ എക്സ് കൊടുക്കുകയും കൂടി ചെയ്യണം. ഒറ്റയ്ക്കൊരു കണക്കും കൂടിയേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ ലാസ്റ്റ് ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കാം. ഇച്ചിരി വലിയ കണക്കായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ 28ാമത്തെ കണക്ക് വരെ പഠിച്ച് വൈകുന്നേരത്തെ പരീക്ഷ എഴുതുക.